എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓണ സ്പെഷ്യലായിട്ട് 3 to 4 വയസ്സുള്ള ഒരു കുട്ടീന്റെ അളവില് എങ്ങനെ ഹൾട്ടർ നെക്ക് വരുന്ന രീതിയിലുള്ള ബ്ലൗസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ചെയ്യുന്നത്. തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ ഓപ്പണിംഗ് ഒന്നും വേണ്ട, ബാക്കിൽ ഹൂക്ക് പോലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നമുക്ക് 1/2 മീറ്ററിൽ കുറച്ചിട്ട് പുറത്തുനിന്ന് കടകളിൽ മേടിക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക കട്ട് പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ 1/2 മീറ്റർ എഴുതി കാണിക്കാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് 1/2 മീറ്റർ എഴുതി കാണിക്കുന്നത്. പക്ഷെ അത്രയും വേണ്ട. 1/2 മീറ്റർ എടുക്കുമ്പോൾ ബാലൻസ് എന്തായാലും ഉണ്ടാവും. അതേപോലെ നല്ല മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ലൈനിങ്ങും ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. രണ്ടാക്കി മടക്കുന്ന സമയത്ത് 11 ഇഞ്ചാണ് ലെങ്ത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടി 12 ഇഞ്ച് ലെങ്ത്തിലാണ് മടക്കിയിട്ടിരിക്കുന്നത് ക്ലോത്ത്. ഞാൻ ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് 1 ഇഞ്ച് സീം അലവൻസ് എടുത്തത്. നിങ്ങൾ ലൈനിങ് ഇല്ലാണ്ട് നല്ല കട്ടിയുള്ള കോട്ടന്റെ ക്ലോത്തിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കുക. കാരണം താഴ്ഭാഗം നമുക്ക് ഡബിൾ ആക്കിയിട്ട് മടക്കി തയ്ക്കണം. ലൈനിങ് ഇല്ലെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് എടുക്കുക. ലൈനിങ് ഉണ്ടെങ്കിൽ 1 ഇഞ്ച് മതി. എനിക്ക് നേരെ പാരലൽ ആയിട്ട് വരുന്ന ഭാഗം ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൂടി എടുക്കുന്നുണ്ട്. ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 1/4 ഇഞ്ച്, കാലും അല്ല 1/2 ഇഞ്ചിന്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് തയ്ക്കാൻ എത്രയാണോ റിയൽ തുമ്പ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. കാരണം നിങ്ങൾ കുറച്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് തയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ 1/2 ഇഞ്ചിന്റെയും 1/4 ഇഞ്ചിന്റെയും നടുക്കിലുള്ള ആ പോയിന്റ് ആണ് ഇതേപോലെ മാർക്ക് ചെയ്തത്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ഈ വരയ്ക്കുന്ന ഭാഗം വന്നിട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ വരച്ചിട്ടുള്ള ലൈനിന്റെ മുകളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തിടുന്നത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളിത് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഓപ്പൺ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 1/4 ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ക്ലോത്ത് ഇതേപോലെ മാർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. മുകളിൽ ഫോൾഡഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഫ്രണ്ടിലെ പീസ്, താഴെ ഓപ്പണിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ബാക്കിൽ വരാൻ പോകുന്ന പീസ്. ഇനി ഇതിലേക്ക് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. അളവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ 1/2 ഇഞ്ച്, അതായത് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചല്ലോ, ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്നാണ് അളവുകൾ മാർക്ക് ചെയ്യുക. ഈ 1/2 ഇഞ്ചിൽ വരച്ചിട്ടുള്ള ഭാഗത്തേക്ക് ശ്രദ്ധ പോവേ വേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉള്ളോട്ട് മടക്കി വെക്കാം. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതേ 4.5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ ആയിട്ടും മാർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 4 വയസ്സ് വരെയുള്ള ഒരു കുട്ടീന്റെ അളവെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞെങ്കിലും ഓരോ മക്കളും ഡിഫറെന്റ് ആയിരിക്കും. ചില മക്കൾ വെയിറ്റ് ഉണ്ടാവും, ചില മക്കൾ വെയിറ്റ് ഉണ്ടാവില്ല, ഹൈറ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ അളവ് എടുത്ത് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തൊരാൾക്ക് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നന്നായിട്ട് ചോദിക്കുക, കുട്ടി വണ്ണം ഉണ്ടോ അല്ലെങ്കിൽ കുട്ടി ഹൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾ വേരിയേഷൻസ് വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞ അളവ് തന്നെ ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാ 3 വയസ്സോ 4 വയസ്സുള്ള കുട്ടികൾക്കും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി കടയിൽ പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ എക്സ്ട്രാ സ്മോൾ മുതൽക്ക് വേണമെങ്കിൽ 4XL സൈസുള്ള ഡ്രസ്സ് വരെ ആ കുട്ടി വാങ്ങിക്കും. കാരണം അത് ആ കുട്ടീന്റെ സൈസ് അനുസരിച്ചിട്ടാണ് വരുന്നത്, അല്ലാണ്ട് ആ കുട്ടീന്റെ വയസ്സനുസരിച്ചിട്ടല്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്ക് വിഡ്ത്ത് ആയിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിന് ഇറക്കമായിട്ട് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ നെക്ക് വിഡ്ത്ത് എന്നുള്ളത്, അതായത് നെക്കിന്റെ വിഡ്ത്ത് ഓരോ കുട്ടികൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റിയും മറിച്ചും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന് ഇറക്കം എന്നുള്ളത് 1 ഇഞ്ച് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യുക. അത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 1 ഇഞ്ച് തന്നെ മതി. ഇനി നമുക്ക് ചെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ ഷോൾഡറും ആം ഹോളും കൂടി ചേർത്ത് എൽ ഷേപ്പിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ വേണം നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 ഇഞ്ചാണ്, 5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് 2 ഇഞ്ച് എന്തായാലും കൊടുക്കുക കേട്ടോ, നിർബന്ധമായിട്ടും. സൈഡിൽ ഒരു 3-4 സ്റ്റിച്ചുകൾ കൊടുത്തു വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അളവിൽ മാറ്റം വരുമ്പോൾ നമുക്ക് സ്റ്റിച്ച് അയക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് സീം അലവൻസ് നിർബന്ധമായിട്ടും കൊടുക്കുക. നേരത്തെ നമ്മൾ 2.5 ഇഞ്ചിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റ്
5 ഇഞ്ചിൽ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ആം ഹോൾ ഒക്കെ നമ്മൾ കുഴിച്ചു വരയ്ക്കില്ലേ, ആ ഒരു രീതിയിൽ കുഴിച്ചു വരയ്ക്കുക. അങ്ങനെ ആദ്യം ഡോട്ടിട്ട് വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര കുഴിച്ചിട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വരയ്ക്കുക. അത് നമുക്ക് പ്രത്യേകം ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ, അതായത് ഒത്തിരി കുഴിഞ്ഞിട്ടാണെങ്കിൽ ഒത്തിരി കുഴിച്ചിട്ട്, ഞാൻ അതല്ല അത്ര കുഴിച്ചിട്ട് വേണ്ടെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് വരയ്ക്കുക. അതായത് ഈ 5 ഇഞ്ച് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി താഴത്തുള്ള വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തുള്ള വണ്ണം 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതിന് കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലുള്ള 5 ഇഞ്ചും താഴെയുള്ള 5 ഇഞ്ചും സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ലെങ്ത്തും, കുട്ടീന്റെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടേക്കുള്ള വണ്ണും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മുകളിലേക്ക് മാർക്ക് ചെയ്ത് ചരിച്ച് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഇതൊരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആം ഹോള് വേറെ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഒന്നിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു ഫോൾഡഡ് ആയിട്ടുള്ള ഒരു പീസ് നിവർത്തിയെടുക്കുമ്പോൾ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പീസായിട്ട് വരും. അത് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള പീസാണ്. അതുപോലെ തന്നെ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള പീസ് ഉണ്ടാവും. അതാണ് ബാക്കിലേക്കുള്ള അളവ്. സെയിം ഇതേ അളവിൽ നിങ്ങൾ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഇതേപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന്റെ മുകളിലായിട്ട് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈനിങ്ങിന്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ് വെച്ചു കൊടുക്കുന്നത്. ഫ്രണ്ടിലെ പീസിന്റെ അളവ്, അതായത് മെയിൻ ക്ലോത്തിന്റെ അളവാണ് കറക്റ്റ് അളവ്. ലൈനിങ് കുറച്ച് അവിടെ ഇവിടേക്ക് എക്സ്ട്രാ ഉണ്ട്, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം ഹോളിന്റെ ഭാഗം, 2 ആം ഹോളിന്റെ ഭാഗം, അതുപോലെ തന്നെ താഴ്ഭാഗം, ഇത് മൂന്നും ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സീം അലവൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. തുടങ്ങുമ്പോഴും ലോക്ക് ഇട്ടിട്ട് എൻഡ് ചെയ്യുമ്പോഴും ലോക്ക് ഇട്ടിട്ട് നോർമൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുക. സെയിം ഇതേപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ 2 പീസായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഇതേപോലെ തന്നെ ലൈനിങ്ങിന്റെ മുകളിൽ നല്ല വശം വെച്ചിട്ടുണ്ട്. ഒരു പീസിൽ ആം ഹോളിന്റെ ഒരു ഭാഗവും താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുക. മറ്റേ പീസിൽ ആം ഹോളിന്റെ ഭാഗവും താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആം ഹോളിന്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. 2 ഭാഗവും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗം ഇതേപോലെ 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഈ 1/4 ഇഞ്ചിൽ നമ്മൾ സീം അലവൻസ് വെച്ചിട്ടുള്ള ആ ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിലുള്ള ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് മറച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. ഇപ്പൊ ഇരിക്കുന്നത് ഉള്ളിലുള്ള പീസ്, അതായത് നല്ല ഭാഗം ഉള്ളിലായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നമുക്ക് മറച്ചിട്ടൊന്ന് പുറത്തേക്ക് എടുക്കണം. സ്റ്റിച്ച് ചെയ്ത അത്രയും ഭാഗം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക. 2 ആം ഹോളിന്റെ ഭാഗം അതുപോലെ തന്നെ താഴ്ഭാഗം ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക. അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ബാക്കിലുള്ള പീസ് ഓൾറെഡി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് പീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ബാക്കിലേക്ക് ഹൂക്കും അയ്യും വെച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസ് വേണം. ഒന്ന് 3 ഇഞ്ച് വെടുത്തുള്ള ഒരു പീസും ഒന്ന് 2 ഇഞ്ച് വെടുത്തുള്ള ഒരു പീസും. അതായത് ഹൂക്ക് വെച്ചു കൊടുക്കുന്ന ഭാഗത്ത് 2 ഇഞ്ച് വെടുത്തുള്ള പീസ് മതി. നമ്മൾ ആ ഹൂക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കൊടുക്കുന്ന ഐ കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് വെടുത്തുള്ള പീസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. വലതുഭാഗത്താണ് നമ്മൾ ഹൂക്ക് കൊടുക്കുക. അപ്പൊ ഇടതുഭാഗത്തായിരിക്കും ഐ ഉണ്ടാവുക. അപ്പൊ ആ ഇടതുഭാഗത്തുള്ള പീസ് ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ചീത്ത വശം, അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ 3 ഇഞ്ച് വെടുത്തുള്ള പീസിന്റെ നല്ല വശമാണ് വെച്ചു കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചീത്ത വശം അതിന്റെ മുകളിൽ നമ്മൾ നല്ല വശമാണ് വെച്ചു കൊടുക്കുന്നത്. താഴ്ഭാഗം ലൈനിങ് ഉള്ളത് കൊണ്ട് ഓൾറെഡി നമ്മൾ മടക്കി തയ്ച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ആക്കിയിട്ട്, അതായത് ഫ്രണ്ടിലെ ഭാഗത്തേക്ക് ആക്കിയിട്ട്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടാക്കിയിട്ട് ക്ലോത്ത് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഭാഗം ലോക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോ വിട്ടിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മൾ എത്രയാണോ വിട്ടത് ആ അളവിലൂടെ തന്നെ വേണം നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിലെത്തുന്ന സമയത്ത് നമ്മൾ നെക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ മുകൾ വശം ഉള്ളോട്ട് മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ വശം സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ടിട്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയ ക്ലോത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് മടക്കുക. അതിനുശേഷം ഈ 1/2 ഇഞ്ച് മടക്കിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിന്റെ കറക്റ്റ് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു എൽ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കാരണം ആ താഴ്ഭാഗം ഇങ്ങനെ
ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ആ സ്റ്റിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മുകൾ ഭാഗത്തേക്ക് വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ നെക്കിന്റെ ഷേപ്പ്, അതായത് നമ്മൾ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, ആ നെക്കിന്റെ ഷേപ്പ് അതേപോലെ വരുന്ന രീതിയിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഐ കൊടുക്കുന്ന ഭാഗം, അതായത് വലതുവശത്ത് വരുന്ന ഭാഗം. ഈ പീസ് അടിയിലായിട്ടാണ് വരിക. അപ്പൊ ഈ പീസിന് നമുക്ക് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ ചീത്ത ഭാഗത്തായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നല്ല ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെയിം ഒരേപോലെ തന്നെയാണ്. നമ്മൾ ഈ പീസിന്റെ നല്ല വശമാണ് വെച്ചു കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലായിരുന്നു മടക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിച്ചിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള പീസ് പുറമേക്ക് കാണാത്ത രീതിയിൽ വേണം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു സ്റ്റിച്ച് പുറമേക്ക് ഈ ഒരു പീസ് കാണാത്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് കൂടി ആയിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. മറ്റേ നമ്മൾ ഇത്രയും വീതിക്ക് മടക്കുമ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒന്നിന്റെ മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ പീസ് കൊടുത്തത് പുറമേക്ക് കാണുകയില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തത്. 13 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തിലുമാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം അതേ അളവിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലൈനിങ്ങും നല്ല ക്ലോത്തും കൂടി ഇതിന്റെ സൈഡ് വശങ്ങളൊക്കെ 4 വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പർ കൊടുക്കാം. പക്ഷെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല കട്ടിയിലാണ് വരിക. ഇനി ക്യാൻവാസ് പേപ്പറിന്റെ ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇനി 13 ഇഞ്ച് ലെങ്ത് എങ്ങനെയാ വന്നത് എന്നുള്ളത് പറയാം. നമ്മൾ കുട്ടീനെ, അതായത് നമ്മുടെ അടുത്ത് കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടീനെ വിളിച്ചു നിർത്തിയിട്ട് കുട്ടീന്റെ ഈ നെക്കിന്റെ ഭാഗം, അതായത് കോളർ വന്ന് നിൽക്കുന്ന ആ റൗണ്ട് ഒന്ന് ടേപ്പ് വെച്ചിട്ട് അളന്നെടുക്കുന്ന സമയത്ത് കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടൈറ്റ് ആയിട്ട് അളവെടുക്കരുത്. കാരണം ആ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിരിക്കണം ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് ലൂസ് കൊടുത്തിട്ട് വേണം അളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ അളന്ന സമയത്ത് 11 ഇഞ്ചാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ മക്കളും ഒരുപോലെയല്ല. എനിക്ക് 11 ഇഞ്ച് വന്നു എന്ന് കരുതി നിങ്ങൾക്ക് 11 ഇഞ്ച് അല്ല വരിക. അപ്പൊ അതുകൊണ്ട് അളക്കാൻ പറ്റുകയാണെങ്കിൽ അളക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. പിന്നെ എനിക്ക് എങ്ങനെ 2 ഇഞ്ച് എക്സ്ട്രാ വന്നു എന്നുള്ളത് അറിയണ്ടേ. ഈ 2 ഇഞ്ച് എങ്ങനെ എക്സ്ട്രാ വന്നു എന്നുള്ളത് പറയാം. 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള സീം അലവൻസ് ആണ്. ബാക്കി 1 ഇഞ്ച് നമ്മൾ നേരത്തെ 2 പീസ്, അതായത് ബാക്കിലേക്കുള്ള 2 പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ താഴ്ഭാഗത്ത് വരുന്ന പീസ്, അതായത് ഇടതുവശത്ത് വരുന്ന പീസിൽ 1 ഇഞ്ചിന്റെ പീസ് നമ്മൾ എക്സ്ട്രാ പുറമേക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകൾ ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ട് ഹൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ മുകളിലേക്കും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പീസ്, അതായത് ഈ കോളറിന്റെ പീസ് വന്ന് നിൽക്കുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. അളന്ന് നോക്കുമ്പോൾ ആ 1 ഇഞ്ച് അവിടെയാണ് കിട്ടുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഞാൻ 3 ഇഞ്ച് വിടുത്തുള്ള പീസ് എടുത്ത് തയ്ച്ചു വന്നപ്പോൾ എനിക്ക് 1 ഇഞ്ചായിട്ട് വന്നു. നിങ്ങൾ ആ 3 ഇഞ്ച് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള അളവ് വേറെ തന്നെ ആയിരിക്കും വരിക. അപ്പൊ അവിടെയുള്ള അളവ് എത്രയാണെന്ന് പ്രത്യേകം ഒന്ന് അളന്ന് നോക്കുക. എന്നിട്ട് ആ അളവ് വേണം നിങ്ങൾ എടുക്കുന്ന അളവിലേക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് കറക്റ്റ് നിങ്ങളുടെ കോളർ റൗണ്ട് എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടുക. ബാക്കി എത്ര എക്സ്ട്രാ കൂട്ടണം എന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ അളന്ന് നോക്കിയിട്ട് വേണം കൂട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിലേക്ക് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിയൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള 2 പീസ് ഉണ്ട്. അപ്പൊ അവിടെ മുതൽക്കാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ ബാക്കിലേക്കുള്ള പീസിന്റെ ആദ്യത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ചീത്ത ഭാഗത്താണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസ് വെച്ച് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ബാക്കിലെ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കുക എന്ന് പറയുമ്പോൾ നല്ല ഭാഗത്തേക്കാണ് നമ്മൾ 1/2 ഇഞ്ച് മടക്കി കൊടുക്കുന്നത്. നമ്മൾ 1 ഇഞ്ചാണ് ഒട്ടാകെ സീം അലവൻസ് കൊടുത്തത്. അപ്പൊ അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഈ ഒരു സമയത്ത് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് ലോക്ക് ഇട്ടിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിന്റെ ആം ഹോളിന്റെ ഭാഗം എത്തുന്ന സമയത്ത് അവിടെ നിർത്തുക. കണ്ടിന്യൂസ് ആയിട്ട് വേറെ പീസ് ഒന്നും വെക്കരുത്. ആം ഹോളിന്റെ ഭാഗം എത്തുമ്പോൾ അവിടെ നിർത്തി കൊടുക്കുക. ഇനി നമ്മൾ ബാക്കിലെ രണ്ടാമത്തെ പീസ്, അതായത് ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു, ഇനി രണ്ടാമത്തെ പീസ് എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പീസ് എടുക്കുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ നമ്മൾ കോളറിന് എടുത്തിട്ടുള്ള ഒരു ഭാഗം ഒരു പീസിൽ സ്റ്റിച്ച് ചെയ്തു, അതിന് അടുത്ത എൻഡ് വേണം നമ്മൾ രണ്ടാമത്തെ പീസിൽ സ്റ്റിച്ച് ചെയ്യാൻ. അവിടെ ഇതേപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പട്ടി വെച്ച് അടിച്ചിട്ടുള്ള ആ ഭാഗത്ത് വേണം 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കാൻ. അല്ലാണ്ട് ആം ഹോളിന്റെ ഭാഗത്തൊന്നും അല്ല 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കേണ്ടത് കേട്ടോ. ബാക്കിലുള്ള 2 പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള പീസാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ബാലൻസ് വരുന്ന കോളറിന് എടുത്തിട്ടുള്ള പീസിൽ ബാക്കി ബാലൻസ് വന്നിട്ടുള്ള അത്രയും ക്ലോത്തിനെ രണ്ടാക്കി മടക്കിയിട്ട് അതിന്റെ സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ നെക്കിന്റെ ഭാഗത്തിന്റെ സെന്ററും ഇതേപോലെ മടക്കിയിട്ട് അതിന്റെ സെന്ററിലും ഒരു നോച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലെ പീസിന്റെ ചീത്ത വശം അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ കോളർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് വെച്ച് കൊടുക്കുക. വെക്കുന്ന സമയത്ത് നമ്മൾ ഈ രണ്ട് ഭാഗത്തും സെന്റർ ടു സെന്റർ നോച്ച് കൊടുത്തിട്ടുണ്ട്. ആ നോച്ചിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഭാഗം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ രണ്ട് പീസും ബാക്കിലേക്കുള്ള രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെന്റർ കട്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അല്ലാണ്ട് നമ്മൾ സെന്റർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പീസിൽ മാത്രം, അതായത് ബാക്കിലുള്ള ഒരു പീസിൽ മാത്രമാണ് എക്സ്ട്രാ ക്ലോത്ത് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഇത്രയും ഭാഗം കാണാൻ വേണ്ടിയിട്ടും പറഞ്ഞത്. അപ്പൊ ഈ ഒരു രീതി തന്നെ ചെയ്യാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് അത് കിട്ടത്തുള്ളൂ. ഇനി നമുക്കത് നമ്മൾ നല്ല ഭാഗത്തേക്ക് എടുക്കാം. നല്ല ഭാഗത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ 1/2 ഇഞ്ച് രണ്ട് സൈഡിലും നല്ല ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ നിങ്ങൾക്ക് ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ബാക്കി ബാലൻസ് ക്ലോത്ത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിന്റെ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് അത്രയും വീതി വേണമെന്നുണ്ടെങ്കിൽ അത്രയും വീതി മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഞാൻ അത്രയും വീതി വേണ്ട എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ രണ്ടാക്കിയിട്ട്, അതായത് നല്ല വീതിക്ക് രണ്ടാക്കി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കോളറിന് എത്ര വീതി വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീരുമാനിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീം അലവൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ചുളിവുകൾ ഇല്ലാതെ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോളർ ചെയ്തെടുക്കുന്നത്. ഇനി കോളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അളവ് പ്രകാരം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഹൂക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കോളർ കൊടുത്തിട്ടുള്ള ഭാഗത്ത്, അതായത് മുകൾ ഭാഗത്ത് ആദ്യത്തെ ഒരു ഹൂക്ക് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് എത്രയാണോ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹൂക്ക് കൊടുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. കട്ടിങ്ങിലൊന്നും അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പൊ ഹാൾട്ടറിനൊക്കെ ഭയങ്കര ഫാഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.